God. ഇന്ന് പകൽക്കാലം നമുക്ക് അല്പസമയം ദൈവവചനം പഠിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. Therefore, if anyone is in Christ, he is a new creation. And over the last 3 or 4 weeks, we've been looking at the concept of what does it mean to be in Christ. ക്രിസ്തുവിൽ ആകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ആഴം എന്താണെന്ന് ചില വാക്യം കൂടി നമുക്ക് പഠിക്കുവാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നു. And then the last 2 weeks or so, we've been focusing on Christ's own words. His own words in the Gospel of John chapter 15 that's recorded for us to know is, abide in me and I will abide in you. ക്രിസ്തുവിൻ്റെ സ്വന്തം വാക്കുകൾ നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ ക്രിസ്തു പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവേൻ, ഞാൻ നിങ്ങളിലും വസിക്കും. So when നമ്മൾ ചിന്തിച്ചു, when we are new in Christ, when we are in Christ, we become a new creation. ക്രിസ്തുവിലാകുന്നതിൻ്റെ പരിണത ഫലമാണ് നമ്മളൊരു പുതിയ സൃഷ്ടിയാകുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചല്ലോ, ഒരു കാട്ടൊലുവിനെ കൂട്ടിച്ചേർക്കുന്ന, സാക്ഷാൽ മുന്തിരിവള്ളിയോട് കൂട്ടിച്ചേർക്കുന്ന ഒരു അനുഭവമാണ് ആ ഇൻ ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തുവിൽ ആകുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. And then Christ continues that same theme that we've been looking at in the Gospel of John chapter 15. Abide in me, നിങ്ങൾ എന്നിൽ വസിക്കണം, എങ്കിൽ ഞാൻ നിങ്ങളിൽ വസിക്കും. Abide in me is what Christ demands, commands, requires of us. See, everybody who becomes or confesses their sin and receives the Lord Jesus becomes a Christian. ഒരു ക്രിസ്ത്യാനി ആകുവാൻ വളരെ പ്രയാസപ്പെട്ട വിഷയമല്ല. കാരണം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ മതി, ക്രിസ്തു മാത്രം രക്ഷിതാവാണെന്ന് സമ്മതിച്ചാൽ മതി, നമുക്ക് ആ വിലപ്പെട്ട അനുഭവം ലഭിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള ജീവിതമാണ് യേശു ക്രിസ്തു ഇവിടെ കാണിക്കുന്നത്. To become a Christian, you confess. To become a Christian, you accept Christ. But then what happens after that? What happens after that is a abiding that the Lord Jesus requires. ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞല്ലോ, ലൈസൻസ് എടുക്കുവാൻ, ഡ്രൈവേഴ്സ് ലൈസൻസ് എടുക്കുവാൻ കുറച്ച് പഠിക്കണം, ഒരു പരീക്ഷ നമ്മൾ റോഡ് ടെസ്റ്റ് എടുക്കണം. അപ്പോഴൊക്കെ നമ്മൾ 2 കൈയും വെച്ച് സൂക്ഷ്മതയോടെ എല്ലാം ചെയ്യുന്നത്. പക്ഷേ ലൈസൻസ് കിട്ടിയിട്ട് പിന്നെ ജീവിതകാലം മുഴുവൻ ഒരു ആക്സിഡൻ്റ് ഇല്ലാതെ സുരക്ഷിതമായി ഓടിക്കണമെങ്കിൽ that's a much difficult thing. So there's 2 aspects of being a child of God. One, you become a Christian, but secondly, there's an ongoing relationship that the Lord Jesus Christ wants. When we look at the life of Israelites, ഇസ്രായേൽ മക്കളുടെ ജീവിതം നോക്കുമ്പോൾ, when they traveled on the 40-year journey and they received the heavenly bread, അവിടെയും യേശുക്രിസ്തു അവരോട് വാക്കെടുത്ത് പറഞ്ഞില്ല എങ്കിലും അവിടെ നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ദിനം പ്രതി ആവശ്യമുള്ള അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, പറക്കണം. യു മസ്റ്റ് പിക്ക് അപ്പ് ദ മന്ന ദാറ്റ് ഈസ് നീഡഡ് ഫോർ ദാറ്റ് ഡേ. When they picked it up on the 6th day, it stayed for the 7th day. അല്ലേ, 6-ാം ദിവസം അവർ പറക്കെടുക്കുന്നത്, 7-ാം ദിവസവും ഒരു കേടുമില്ലാതിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ദൈവം ആഴ്ചയുടെ ആരംഭത്തിൽ ഒരാഴ്ചക്കുള്ള കർത്താവ് കൊടുത്തില്ല, അല്ലെങ്കിൽ ഒരു മാസത്തേക്കുള്ള കർത്താവ് കൊടുത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി 30 വർഷം ബാക്കിയുണ്ട് യാത്ര ചെയ്യാൻ, അതിനുവേണ്ടി ഞാൻ അങ്ങ് തന്നേക്കാം, നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് ദൈവം എന്തുകൊണ്ട് കൊടുത്തില്ല? ദൈവത്തിനൊരു ആഗ്രഹമുണ്ട്, എൻ്റെ മക്കള് ഞാൻ കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ, എൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കുമ്പോൾ ദിവസം പ്രതി എന്നോടൊരു ബന്ധമുണ്ടാകണം, ഞാൻ ആരാണെന്ന് അവർ മനസ്സിലാക്കണം. ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി കർത്താവ് പറഞ്ഞു, നിങ്ങൾ ദിവസം പ്രതി ഉള്ളത് മാത്രം പറിക്കിയാൽ മതി. അങ്ങനെയാകുമ്പോൾ പിറ്റേ ദിവസം രാവിലെ കണ്ണ് തുറക്കുമ്പോൾ, വെളിയിലിറങ്ങുമ്പോൾ, ആ മന്ന അവിടെ കിടക്കുമ്പോൾ അപ്പോഴെങ്കിലും നിങ്ങൾ ദൈവത്തെ ഒന്ന് ഓർക്കും. പുതിയ നിയമത്തിൽ വരട്ടെ, യേശുക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ അവിടെയും യേശുക്രിസ്തു അതേ ആ ചിന്താവിഷയമല്ലേ പറഞ്ഞത്, ഇന്നത്തേക്കുള്ള ആഹാരം. Lord, give us this day our daily bread. That means every day there's a relationship, a conversation, a talk with God, a prayer with God about our needs, about the praises, about who He is, recognizing who He is. So in that constant relationship that the Lord Jesus is wanting with us, He says in the Gospel of John, abide in me. So we looked at what it means. One, it is an extension of the perfect union
between the Father and the Son. പിതാവും പുത്രനും തമ്മിലുള്ള അവരുടെ ആ ബന്ധം, അവരുടെ ഐക്യതയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ് കർത്താവ് നമുക്ക് തരുന്നത്. You be one as we are one. നമ്മളത് കഴിഞ്ഞ ദിവസം ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. Second thing that we looked at is that this is a mutual relationship. ഇതൊരു പരസ്പര ബന്ധമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? Abide in me and let me see what I can do എന്നല്ല കർത്താവ് പറഞ്ഞത്. Abide in me and it's a guarantee. I will abide in you. Think about that. When we go to the White House and see the president, you may get 5 seconds with him. That's it. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങും പറയും, ഞാൻ പ്രസിഡന്റിനോട്ട് സംസാരിച്ചു, ഭയങ്കര ഗമ കാണിക്കും. പക്ഷെ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ കർത്താവ് പറയുവാണ്, നിങ്ങൾ എന്നിൽ വസിച്ചാലുണ്ടല്ലോ ഞാൻ നിങ്ങളിൽ വസിക്കും. The one who created the universe is saying, if you abide in me, I will abide in you. It's a mutual relationship that the Lord Jesus is giving unto us. That's why over and over again in the scriptures we see that every time someone comes near God, God makes a promise, I will come near you. ആരെങ്കിലും യേശുവിൻ്റെ അടുക്കലോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിൻ്റെ അടുക്കലോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ദൈവത്തിനൊരു ഉറപ്പുണ്ട്, ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങൾ എന്നോട് അടുക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് അടുക്കും, ഒരു സംശയമില്ല അതിന്. അത് എടുത്തു പറയാനൊരു കാരണമുണ്ട്, അറിയാം. നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ മാനുഷിക ബന്ധങ്ങളിൽ നമ്മൾ ആൾക്കാരോട് എത്ര അടുത്താലും അവർ നമ്മളോട് അതുപോലെ അടുക്കുമോ? അഥവാ അടുത്താലും ഒരു കാലം കഴിയുമ്പോൾ എന്തോ ഒരു ആവശ്യം പറഞ്ഞ് അവർ അകലും. In every human relationship, no matter how close you are, there's always some gap. And some point there's a great distance. So Christ is saying, don't measure my relationship with you in the way you experience human relationships. If you abide in me, the same experience will be true of you because I will abide in you. We looked at the 2 examples of both Abraham, who experienced that, the disciples who walking towards Emmaus, who experienced that. That's where we stopped last time. ഞാൻ ചിന്തിക്കുകയുണ്ടായി, ആ എമ്മൂസിലോട്ട് പോയ ശിഷ്യന്മാരുടെ കൂടെ കർത്താവ് നടന്നു. The whole time the disciples and Jesus Christ was having that conversation, they finally realized who he was after they said, would you please stay with us to the night? ചിന്തിക്കണം, യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത അറിഞ്ഞ 2 ശിഷ്യന്മാരാണ് ഇപ്പോൾ ഈ യാത്രയിൽ. യേശുക്രിസ്തുവിന് പറയാൻ വേണ്ടടാ, നിങ്ങളൊക്കെ എന്തോ കാര്യം കാണിക്കുന്നത്, നിങ്ങൾ എന്തോ ശിഷ്യന്മാര്, ഇതെല്ലാം അറിഞ്ഞിട്ടും എന്നെ വിട്ടിട്ട് നിങ്ങൾ പോയല്ലോ എന്നൊന്നും പറഞ്ഞ് വഴക്കൊന്നും പറഞ്ഞില്ല. When the disciples said, sir, would you like to stay with us to the night? യേശു പറയാമായിരുന്നു, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾ എന്നെ വിട്ടുപോയവരാ. ഇല്ല, യേശു അവരുടെ കൂടെ പോയി. Christ went with them. അത് മാത്രമല്ല, അവർക്ക് അപ്പം നുറുക്കി കൊടുത്തു, ഇല്ലേ? അവരുടെ കണ്ണുകളെ തുറന്നു. അവിടെ എന്തോ എനിക്ക് മനസ്സിലായെന്നറിയാമോ? നമുക്ക് എത്ര വേദനയും ഏകാന്തതയും ഉണ്ടായാലും നമ്മളോട് കൂടെ നടക്കുക മാത്രമല്ല, കൂടെ വസിക്കുന്ന ഒരു യേശുവാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. So when we feel lonely, when we feel like we're all alone and there's nobody to travel with us, call upon the name of the Lord Jesus Christ. He comes with you. But then when you invite him into your situation, into your house, he says, I'll come there. But how many times have you seen a guest come into your house, take the bread and serve it to you? നമ്മുടെ എത്ര പേരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് അവരാണോ അപ്പം എടുത്ത് തരുന്നത്? അല്ല. പക്ഷെ ആ ക്രിസ്തു അവരോട് കൂടിയപ്പോൾ അവിടെ ഇരുന്ന് അപ്പം എടുത്ത് നുറുക്കി കൊടുക്കുവാൻ നമ്മുടെ യേശു ക്രിസ്തുവിന് മനസ്സുണ്ടായിരുന്നു. That's how much nearness that Jesus Christ was demonstrating to his disciples. അതിൻ്റെ പരിണത ഫലം ഇതെല്ലാം അനുഭവിച്ച ആ 2 ശിഷ്യന്മാർ ആ നിമിഷം തിരിച്ചുപോയി. That immediate moment when they realized who Christ was, what just transpired, that moment the disciples said, we're going back. We're not walking away from Christ anymore. We're going back to where our community is. So when we walk with the Lord brings us back, restores us into the family. ഒരു പഴയ പാട്ടുണ്ട്, മരണത്താൽ മറയാത്ത മഹൽ സ്നേഹപ്രഭയാൽ പിരിയാ ബന്ധമാണിത് യുഗകാലം വരെയും
പിരിയാ ബന്ധമാണിത്. Until the end of the ages, this is a relationship that cannot be severed. This is a relationship that cannot be broken. ആ പാട്ടുകാരൻ പറയുകയാണ്, കർത്താവേ, എന്തെല്ലാം എന്നിൽ നിന്ന് പിരിഞ്ഞു മാറിയാലും, എത്ര പേരെന്നിൽ അകന്ന് മാറിയാലും, ഒരു പിരിയാത്ത ബന്ധം എനിക്കുണ്ട്. കാരണം ഞാൻ അങ്ങിൽ വസിക്കുന്നെങ്കിൽ അങ്ങ് എന്നിൽ വസിക്കുമെന്ന് അങ്ങയുടെ വാക്കാണ്, അങ്ങയുടെ വാഗ്ദാനമാണ്. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു വിഷയത്തിലും പ്രയാസമില്ല. ആ മഹൽ സ്നേഹം ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ എന്തോ വേണം ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ. Lord, I give you praise when I think about that wonderful love that no matter what happens in my life, nothing will separate me from that love of God. The last thing that we looked at is in this commandment, abide in me, there is a beautiful assurance. ഒരു മനോഹരമായ ഒരു ഉറപ്പുണ്ട് ഈ വാക്യത്തിൽ, ഈ കൽപ്പനയിൽ. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒരു നാളും അനാഥരായി വിടുകയില്ല. There's an assurance of companionship. ഒരു സൗഹൃദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടിൻ്റെ ഒരു ഉറപ്പ് നമുക്ക് അവിടെ ലഭിക്കുവാൻ സാധിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു, നമ്മളല്ല വേരിനെ ചുമക്കുന്നത്, വേര് നമ്മളെ ചുമക്കുന്നു. It's not that we support the root or we carry the root or we sustain the root. The root sustains us. So in that we have an assurance of provision. At the same time, we also have an assurance of protection. ഒരു സംരക്ഷണത്തിന്റെ ഉറപ്പും നമുക്ക് അതിനകത്ത് കാണുവാൻ സാധിക്കുന്നു. And this morning what I want to think about, the fourth aspect of abiding in me. എന്നിൽ വസിക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ നാലാമത്തെ എനിക്ക് മനസ്സിലായ ഒരു വിഷയം, there is a constant connection. ഇതൊരു സ്ഥിരമായ ബന്ധമാണ്. യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ വല്ലപ്പോഴും വന്നൊന്ന് വിസിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വല്ലപ്പോഴും എന്നെ ഒന്ന് കണ്ട് സംസാരിച്ച് നമുക്കൊന്ന് കുറച്ച് ചായ കുടിച്ച് പോകാം, അങ്ങനെയാണെന്ന് യേശു പറഞ്ഞത്. എന്തുവാണ് യേശുക്രിസ്തു പറഞ്ഞത്? എന്നിൽ വസിപ്പീൻ. See, we like vacations. You know why we like vacations? Because we don't have a lot of work to do. We go there, we enjoy the festivities, we don't have to clean the hotel room, and everything's pretty easy. And at some point we leave. Nothing big deal about it, so we enjoy it. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ മനോഭാവം എന്തുവാ? നല്ല vacation, 7 days, 10 days cruise, whatever it is, when you go on a vacation, you're excited. The day before the vacation and the day the vacation ends, you look at the faces. It's a completely different demeanor. Why? Because we're coming back to a place where you live at all times, and that seems to be somewhat boring, somewhat tedious, maybe not as exciting. If you could probably live on a vacation at all times. But I can tell you, I go on a vacation, when I'm coming back home, I'm happy. സ്വന്തം വീട്ടിൽ വന്ന് നമ്മുടെ ആ കഥ ഒന്ന് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ, you feel different. You feel relieved. It's not about this minute experience. It's not about this pocket experience that Christ is talking about. Christ is not saying, come and spend a few days with me and have some vacation time, have some relaxation time. No, Christ is saying, this is a constant relationship. Abide in me at all times. Which means to remain, to tarry, to continue in the Lord Jesus Christ. അത് പറയാൻ കാരണമുണ്ട്. കാരണം അറിയാമോ? There are times in our life in which we feel like we should walk away from this relationship. There are times in this life when things get difficult, when things become problematic or challenging, we worry, we doubt, we question, we wonder, is this really what I want to do? Do I want to really live in the Lord Jesus Christ? Do I want to abide in Him? Do I want to follow Him? ക്രിസ്തുവിൽ വസിക്കണമോ? ഇത്രയും കഷ്ടപ്പാടും പ്രയാസവും വേദനയും ദുഃഖമൊക്കെ സഹിച്ചുകൊണ്ട് ഈ ജീവിതം മുന്നോട്ട് കടന്നു പോകണമോ എന്നൊക്കെ ചിന്തിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാം. I've heard people say, ഒരു ദൈവ പൈതലാകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രയാസവുമില്ലായിരുന്നു, കുടുംബവും കൂട്ടുകാരും സമ്പത്തും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തെ അറിഞ്ഞപ്പോൾ ഇവരെല്ലാം മാറി. അതിനുശേഷം മിക്കവാറും ദിവസങ്ങളിൽ കണ്ണുനീരാ എന്ന് പറയുന്ന ആൾക്കാരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. That may be the case. നമ്മളെ മടുപ്പിക്കുന്ന,
നമ്മളെ പിടിച്ചു മാറ്റാൻ നോക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. അത് അറിഞ്ഞിട്ടാണ് ക്രിസ്തു പറഞ്ഞത്, നിങ്ങൾ എന്നെ വല്ലപ്പോഴും ഒന്ന് കാണുകയല്ല, ആവശ്യമുള്ളപ്പോൾ ഒന്ന് എന്നോട് കൂടെ ഇരിക്കുകയല്ല, നിങ്ങൾ എന്നോട് കൂടെ വസിക്കണം, എന്നിൽ വസിക്കണം. യു മസ്റ്റ് അബൈഡ് ഇൻ മീ, നോട്ട് ജസ്റ്റ് കം ആൻഡ് ഗോ ആസ് യു പ്ലീസ്. In the Gospel of John, there is an interesting conversation that Jesus Christ has with the crowd. And there's Pharisees and scribes in that crowd, and they're all sitting there talking. And then there comes a point where Christ says, I am the bread of life. ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ് എന്നെ തിന്നുവിൽ മാത്രം ജീവിക്കും. ഇതൊക്കെ പറഞ്ഞപ്പോൾ അവിടെ ഇരുന്ന് ആ സമൂഹം പറഞ്ഞു, ഇതൊരു കഠിന വാക്ക്. How rough of a word. How tough is this word? What is he talking about? How can I eat a man's flesh? ഇത് കേട്ടപ്പോൾ അവിടെ ആ ഒരു വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ചില ശിഷ്യന്മാർ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? അവരും അകന്നുപോയി. Some disciples, having heard this, they walked away from the Lord Jesus Christ and never came back. ഇത് കേട്ടപ്പോൾ 2 ശിഷ്യന്മാർ, ക്രിസ്തുവിനോട് കൂടെ വസിക്കുന്ന 2-3 ശിഷ്യന്മാർ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ ഒക്കുന്നില്ല. അവർ യേശുവിനെ വിട്ടുപോയി, തിരിച്ചു വന്നില്ല. ഇത് കണ്ടപ്പോൾ യേശുക്രിസ്തു അവിടെ ഇരിക്കുന്ന ശിഷ്യന്മാരുടെ ചോദ്യം ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ താല്പര്യമുണ്ടോ? ഡു യു ഓൾസോ വാണ്ട് ടു? അതിൻ്റെ അർത്ഥം എന്താ? എല്ലാവരും ക്രിസ്തുവിൽ വസിക്കുന്നു പറയുന്നെങ്കിലും എല്ലാവരും ക്രിസ്തുവിലല്ല വസിക്കുന്നത്. അവരുടെ സൗകര്യം അനുസരിച്ച് പോകാൻ മനസ്സ് വെച്ചിരിക്കുന്ന, ഒരു കാല് വെളിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തു പറയും, നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ചിന്തയുണ്ടെങ്കിൽ പൊക്കോ, കുഴപ്പമില്ല കേട്ടോ, എനിക്ക് വിഷമം ഉണ്ടാകത്തില്ല. So what Christ is telling us is, abide in me, not one foot out the door when it feels inconvenient. You must stay with me, tarry in me, remain in me at all times. And when Christ asked the disciples the question, do you also want to go? Simon Peter ഒരു മറുപടി പറഞ്ഞു, ശിമോൻ പത്രോസ് ഒരു മറുപടി പറഞ്ഞു, അങ്ങേ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? Where can we go from you? ആ ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകേണ്ടത്. We must understand what that sentence means. We must understand what that question means. Yes, Lord, we could also go. It seems inconvenient. Your words are rough. It doesn't seem like a practical or logical thing to do for us to eat your flesh. But if you say that we're supposed to do, we will remain with you, because where else can we go? Because Christ said, I am the bread of life. ഞാനാണ് ജീവന്റെ അപ്പം. അത് പറഞ്ഞു തുടങ്ങിയ ആ സംഭാഷണത്തിൽ പത്രോസ് പറയുന്നു, കർത്താവേ, അങ്ങാണ് ജീവന്റെ അപ്പമെങ്കിൽ അങ്ങേ വിട്ടുപോയാൽ ഞങ്ങൾക്ക് ജീവൻ എവിടുന്ന് ലഭിക്കും? Lord, where will we receive this life if we walk away from you? So when we remain, when we abide, when we tarry in the Lord Jesus Christ, we must realize we're living in the source of our life. നമ്മുടെ ജീവിതത്തിൻ്റെ ഉറവിടത്തിലാണ് നമ്മൾ വസിക്കുന്നുവെന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിനെ വിട്ട് ക്രിസ്തുവിൽ നിന്ന് ഇറങ്ങി ഒരു പടി നമ്മൾ മുന്നോട്ട് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളാം, നമ്മളുടെ ജീവൻ നഷ്ടപ്പെടുന്നു. Our life is lost from us. Where can we go from you, O God? ഞങ്ങൾ അങ്ങേ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും? അങ്ങയോട് കൂടിയാണ് ഞങ്ങൾക്ക് ആയിരിക്കേണ്ടത്. We want to be with you. We should be and remain with you. Simon Peter said, Lord, to whom shall we go? You have the words of eternal life. Also we have come to believe and know that you are the Christ, the Son of the living God. ശിമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവിടെയാണ് നിലനിൽപ്പിൻ്റെ ഒരു രഹസ്യം. That's a secret of remaining in Jesus Christ and abiding in Jesus Christ. What does that mean? One, He's the source of our life. നമ്മുടെ നിത്യജീവന്റെ ഉറവിടം എന്താണെന്ന് വെച്ചാൽ ക്രിസ്തുവാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. He is the Christ, the anointed one. അവിടെ പത്രോസ് പറയുന്നു, നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ, അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയ, അല്ലെങ്കിൽ ക്രിസ്തു എന്ന വ്യക്തിയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ അറിയുന്നു.
So we want to stay with you. He's the Christ, the anointed one. It also says he's the son of the living God. ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്നും ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവേ, അങ്ങേ വിട്ടു പോകുവാൻ ഞങ്ങൾക്കൊരു മനസ്സുമില്ല. So the purpose of abiding in Christ is to be fruitful. The outcome of abiding in Christ is that we become a new creation. And the purpose is to remain fruitful. That's why Peter is saying, if we need to be fruitful, we need life. And for us to have life, you are the only source that exists. ഇതേ ചിത്രമാണ് ഒരു സങ്കീർത്തനക്കാരൻ എടുത്തു പറയുന്നുണ്ട്. A psalmist speaks about this same concept. You know which psalm it is? Psalms 91. 91 സങ്കീർത്തനം. നമുക്കൊന്ന് നോക്കാം ആ സങ്കീർത്തനം പെട്ടെന്ന്. If you go start from the top onwards in that psalmist tells you what it means to abide in God. ദൈവത്തിൽ വസിക്കുന്നവൻ്റെ, അത്യുന്നതൻ വസിക്കുന്നവൻ്റെ എന്തെല്ലാം അനുഭവങ്ങളാണ് ആ സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്. ആദ്യം നമ്മൾ വായിക്കുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. The first verse says, he who dwells in the secret place of the Most High shall abide under the shadow of the Almighty. മലയാളത്തിൽ അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ നമ്മളൊന്ന് കുറച്ച് മാറ്റി വായിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. If you dwell in the secret place of the Most High, you shall abide under the shadow of the Almighty. ചിന്തിച്ചു നോക്കിയേ, ഒരു വ്യക്തിയുടെ നിഴലിൻ കീഴിൽ നിൽക്കണമെങ്കിൽ അതെന്താണ് നമ്മളെ കാണിക്കുന്ന അറിയാമോ? ജോർജ് ജോൺസ് പാസ്റ്റർ അവിടെ ഇരിക്കുന്നു, ഞാൻ ഇവിടെ നിൽക്കുന്നു. എനിക്ക് പാസ്റ്ററുടെ നിഴലിൽ നിൽക്കണമെങ്കിൽ ഇവിടെ നിന്നാൽ ഒക്കത്തില്ല. നിഴലിൽ നിൽക്കുക എന്തെന്ന് അറിയാമോ? പാസ്റ്റർ അടുത്ത് പോയി നിൽക്കണം. അടുത്ത് പോയി നിൽക്കുമ്പോൾ എനിക്ക് പാസ്റ്ററുടെ നിഴലിൽ തന്നെ നിൽക്കുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തനം പറയുവാണ്, അത്യുന്നതന്റെ മറവിൽ വസിക്കുന്ന എവിടെയാണെന്നറിയാമോ? ദൈവത്തോട് കൂടെ നടക്കുക. ദൈവത്തിന്റെ നിഴലാണ്, ആ നിഴലിനോട് കൂടിയാണ് നടക്കുന്നത്. So I want you to think, when you walk with the Lord, when you abide in His presence, when you abide in God Himself, you are under the shadow. That's how close you are in this walk in life. And the psalmist has given us a clear picture of the nearness of God that we have. I will say it this way, when you abide in God, we are at home with God. നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ഒരേ ഭവനത്തിൽ ദൈവത്തോട് കൂടെ വസിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കും. The next thing that psalmist says, I will say of the Lord, He is my refuge, my fortress, my God, in Him I will trust. യഹോവയെ കുറിച്ച്, അവൻ എൻ്റെ സങ്കേതം, കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് ആർക്കാ പറയാൻ സാധിക്കുന്ന അറിയാമോ? ആ നിഴൽ അനുഭവിക്കുന്നവർക്ക്, ആ അടുപ്പം അനുഭവിക്കുന്നവർക്ക്, കൂടെ വസിക്കുന്നവർക്ക് പറയാൻ സാധിക്കും, യഹോവേ അങ്ങാണ് എൻ്റെ സങ്കേതം, അങ്ങാണ് എൻ്റെ കോട്ട, ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും അങ്ങ് മാത്രം. ഹി ഈസ് മൈൻ. ആ ഒരു വാചകം പറയാൻ സാധിക്കും നമുക്ക്. ഈ ദൈവം എൻ്റെ ദൈവം. സങ്കീർത്തനം എടുത്തു പറയുക, നമ്മുടെ ദൈവം എന്നല്ല, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും എൻ്റെ സങ്കേതം, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും എൻ്റെ കോട്ട, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് പറയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ പാറ. Yes, it is ours also. പക്ഷെ നമ്മൾ വ്യക്തിപരമായി ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മൾ വ്യക്തിപരമായ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യത്തോടെ പറയാൻ സാധിക്കും, കർത്താവേ ഇതൊരു സമൂഹ ദൈവമല്ല, ഇതെൻ്റെ ദൈവം. മൈ ഗാഡ്, മൈ ഗാഡ്, മൈ ഗാഡ് നമുക്ക് ഉറക്കെ വിളിച്ച് ഉറപ്പോടെ പറയാൻ സാധിക്കും. ആർക്ക് സാധിക്കും? കർത്താവിൻ്റെ മറവിൽ വസിക്കുന്നവന്, കർത്താവിൻ്റെ നിഴലിൽ പാർക്കുന്നവന് പറയുവാൻ സാധിക്കും. Anyone who abides in His presence will be able to say, He is my God. അതിൻ്റെ അർത്ഥം എന്നറിയാമോ? എനിക്ക് മനസ്സിലായ അർത്ഥം ഞാൻ പറയാം. ആരെല്ലാം വന്ന് നമ്മുടെ ഏത് പദവിയും സ്ഥാനവും സമ്പത്തും എല്ലാം എടുത്തു മാറ്റിയാലും എൻ്റെ ദൈവം എന്ന് പറയുവാൻ നമുക്ക് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ആ ബന്ധം മാറ്റുവാൻ ഈ ലോകത്തിൽ ആർക്കും സാധിക്കത്തില്ല.
You can lose all your possessions, your wealth, your corporate position, whatever people may take away from you. It doesn't matter. If you abide Him, you can confidently and always say, yes, He is my God. Not a single thing can separate that relationship. My God, in Him I trust. The third thing that He says is the protection that He's receiving. അവിടെ വായിക്കുന്നു, അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. He protects us. He rescues us from every trap and protects you from every deadly disease. വീണ്ടും വായിക്കുന്നു, തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചിറയിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. ഒരു ദൈവത്തിൽ വസിക്കുന്ന പൈതലിൻ്റെ അനുഭവങ്ങളാണ് ഈ സംഗീതക്കാരൻ എടുത്തു പറയുന്നത്. He shall cover you with His feathers and under His wings you shall take refuge. His truth shall be your shield and your buckler. ഇനിയും ആ സംരക്ഷണത്തിൻ്റെ അനന്തരഫലം അല്ലെങ്കിൽ പരിണത ഫലം 5-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കാമോ? ഇന്നലെ രാത്രി കിടന്നപ്പോൾ എത്ര പേര് എഴുന്നേറ്റ് നോക്കി ആരൊക്കെ വരുന്നു നമ്മുടെ വീടിൻ്റെ അടുത്ത്? നമ്മളാരും നോക്കിയില്ല. വീട് തലം പറഞ്ഞാൽ അറിയാത്ത പോലെ നമ്മൾ ഉറങ്ങുന്നത്. Nobody is getting it to look and see, okay, what's happening around my house. നമ്മളൊക്കെ ഡ്രൈവ് ചെയ്യുമ്പം ഒരു ആക്സിഡൻറ്റ് അടുത്ത് വന്ന് നമ്മൾ പറയും ഒരു ആക്സിഡൻറ്റ് രക്ഷപ്പെട്ടു. പക്ഷെ നമ്മൾ കാണാത്ത എത്രയോ ആക്സിഡൻറ്റ് നമ്മൾ കർത്താവ് രക്ഷിച്ചു. നമ്മൾ അറിയാത്ത എത്രയോ അനുഭവങ്ങളിൽ നിന്ന് കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. How many times അവിടെ സംഗീതം പറയുവാണ്, രാത്രിയിലെ ഭയം, പകൽ പറക്കുന്ന അസ്ത്രം, വീട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നമുക്ക് ആർക്കും ഇതിനെക്കുറിച്ച് ചിന്ത പോലുമില്ല. We're not even thinking, our minds are not worried about what's happening at night, what's happening around us during the day. We're not even afraid. Why do we have no fear about all these things? Because we abide in God. നമ്മൾ ദൈവത്തിൽ വസിക്കുന്നത് കൊണ്ട് ഇതിനെക്കുറിച്ച് നമുക്ക് ചിന്ത പോലും ഇല്ല, മറിച്ചല്ലേ പേടി വരുന്നത്. ഇവിടെ സംഗീതം പറയാം, എനിക്ക് പേടിയില്ല, കാരണം ഞാൻ ആരില വസിക്കുന്നു, ഞാൻ ആരുടെ നിഴലിലാണെന്ന് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. 7-ാം വാക്യം വീണ്ടും വായിക്കാം മാമേ. Amen. 1,000 may fall at your side and 10,000 at your right hand, but it shall not come near you. എന്ന് വെച്ചാൽ ഒരു 10,000 കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റും വന്നാലും അതിൽ ഒരൊറ്റ വ്യക്തി അറിയുന്ന ഒരു ദൈവമുണ്ട്. ഒരു വലിയൊരു സമൂഹം, ഒരു സൈന്യം നമ്മുടെ ചുറ്റും വന്നാലും നമ്മളെ അറിയുന്ന ഒരു കർത്താവുണ്ട്. 1,000 on one side, 10,000 on one side. When you look at it from a human perspective, you don't know who is different. Everybody kind of seems to fit in the crowd, so no one knows where the person that needs the protection is there. But in the midst of all that crowd, the Lord is saying, the psalmist is saying, my God knows where I am. No one will come near me. ഈ അതേ ചിന്താവിഷയം in verses 9 through 13, 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ അതേ ചിന്താവിഷയം സംഗീതകാരൻ വീണ്ടും എടുത്തു പറയുവാണ്. 9-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആ 1-ാം വാക്യം ഒന്ന് വേറൊരു രീതിയിൽ സംഗീതകാരൻ എടുത്തു പറയുവാണ്. എൻ്റെ സങ്കേതവും അത്യുന്നതനായ യഹോവേ, നിന്റെ വാസസ്ഥലമായിരിക്കിയാൽ. Lord, since you are my dwelling place, God, since you are the one in whom I am abiding in, I have one thing, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധ നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. There shall be no evil that befalls you, neither shall any plague come near your dwelling. He shall give his angels charge over you to keep you in all your ways. നിന്റെ എല്ലാ വഴികളിലും
നിന്നെ കാക്കേണ്ടതിനും അവൻ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട്. നമ്മൾ ചിന്തിച്ചു വെക്കണം കേട്ടോ. നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളെ സൂക്ഷിക്കുവാൻ, നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ, ആ നിഴലിൻ കീഴിൽ പാർക്കുന്നുവെങ്കിൽ, നമ്മളെ സൂക്ഷിക്കുവാൻ പ്രത്യേക ചാർജ് എടുത്ത കുറച്ച് ദൂതന്മാരുണ്ട് നമ്മളോടുകൂടെ. നമ്മൾ എവിടെ പോയാലും അവരോടുകൂടെ. A long time ago, we were back in Dallas. I was taking Alexander to school one day, or college one day, and we're going about 35-40 miles per hour. And all of a sudden, from the side street, somebody jumps right in front. I had no braking distance. All of a sudden, my car went this way. And I couldn't even see the lights of the car in front of me. That's how quickly he jumped in front of me. Car somehow moved. And Alexander said, "Dad, good job." Because I thought we were hitting. I said, "Mone, I didn't do anything. I don't know how the car moved because there was not enough space or time for me to react. Somehow, in not even a split second difference, my car moved to the other lane and I was protected. My son was protected." When he said, "Good job," I told him, "My son, I have no idea what just happened. I know I didn't do it because there was not time for me to do it. I know the angels of God are sent to us to protect us." നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ നമ്മുടെ സമയത്തിന് മുൻപ് ഒന്നും സംഭവിക്കത്തില്ല ദൈവമക്കളെ. നമ്മളെ സൂക്ഷിക്കുവാൻ ആ ചിറകിന്റെ കീഴിൽ മാത്രമല്ല, നമ്മുടെ കൂടെ നടക്കുവാൻ ദൂതന്മാരെ പോലും നിയോഗിച്ച് അയക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Because he has set his love upon me, I will deliver him. I will set him on high because he has known my name. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവിടെയും ആ സെയിം ചിന്താവിഷയമാണ് കാണിക്കുന്നല്ലേ, പറ്റിയിരിക്കണം. നമ്മൾ വായിച്ചല്ലോ, വസിക്കുന്നു, കൂടെ നിൽക്കുന്നു, നിഴലിൻ കീഴിൽ എന്ന് വെച്ചാൽ ഒരു ചേർന്ന് നിൽക്കുന്ന അനുഭവം. ഇവിടെ ദൈവത്തിന്റെ വാക്കുകളാണ് നമ്മൾ ആ സംഘത്തിൽ വായിക്കുന്നത്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ. ദൈവം പറയുവാണ്, അവൻ എന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അവനെ വിടുവിക്കും. ഞാൻ അവന് ഉത്തരം മറുള്ളൂ. കഷ്ടകാലത്ത് ഞാൻ അവനെ കൂടെയിരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. വീണ്ടും വായിക്കും, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും, എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ചിന്തിച്ചു നോക്കിയേ, നമ്മൾ ദൈവത്തോടു കൂടെ വസിക്കുന്നെങ്കിൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം. If we abide with God, the blessing and the protection that we receive. So my question, till when should we abide in the Lord Jesus? ഏത് കാലം വരെയാണ് നമ്മൾ ക്രിസ്തുവിൽ വസിക്കേണ്ടത്? നമുക്ക് മറുപടി അറിയാം. ഞാൻ ഒരു വാക്യം കൂടെ കാണിച്ച് നമുക്ക് ചിന്തിക്കാം. 1 യോഹന്നാൻ 2:28. അവിടെ യോഹന്നാൻ പറയുന്നുണ്ടല്ലോ നമ്മൾ എവിടം വരെ വസിക്കണമെന്ന്, ഏത് കാലം വരെ. ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ. എന്ന് വെച്ചാൽ നമ്മുടെ ആയുസ്സിന് ഒരു 90 വയസ്സുണ്ടെങ്കിൽ 89-ാം വയസ്സ് വരെ വസിച്ചിട്ട് ഒന്ന് കാലെടുത്തുനിന്ന് ഞാനൊന്ന് സ്ട്രെച്ച് ചെയ്യട്ടെ, വെളിയിൽ എന്തൊക്കെയാണെന്ന് പോയി നോക്കട്ടെ, ഒരു വെക്കേഷൻ എടുക്കാമെന്നും വന്ന് ഇറങ്ങിയാൽ, അപ്പോൾ ദൈവം പ്രത്യക്ഷനായാൽ നമ്മൾ എന്ത് പറയുന്നറിയോ? ലജ്ജിച്ചു പോകും. And now, little children, abide in him. Why? Because when he appears, we may have confidence and not be ashamed before his coming. So this is a constant relationship. This is a relationship that carries you until your very last breath. അവസാന ശ്വാസം വരെ നമ്മൾ ക്രിസ്തുവിൽ വസിക്കണം. അവസാന ശ്വാസം വരെ നമ്മൾ ആ നിഴലിൻ കീഴിൽ പാർക്കണം. ഒരു നിമിഷം പോലും പറയല്ല്, ഞാൻ മടുത്തു, എനിക്ക് മതിയായി, എനിക്കൊന്നുമില്ല, എനിക്ക് സന്തോഷമില്ല, എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. നമ്മുടെ അവസ്ഥകളൊന്നും ക്രിസ്തുവിൽ നിന്നുള്ള വാസം മാറ്റിവെക്കുവാൻ നമ്മളൊരു ഇടം കൊടുക്കരുത്. നമുക്ക് പറയണം, ഇവിടെ എന്ത് സംഭവിച്ചാലും എനിക്ക് എൻ്റെ അവസാന നിമിഷം ലജ്ജിച്ചു പോകാൻ നിൽക്കണമെങ്കിൽ എനിക്ക് എൻ്റെ ക്രിസ്തുവിൽ വസിക്കണം. ആ ഒരു ഉറപ്പോട് മാത്രമാണ് നമ്മൾ ജീവിക്കേണ്ടതും വസിക്കേണ്ടതും. If we are abiding in him, we don't have to worry about if we go to heaven. ഞാനിപ്പം ചോദിക്കാം നിങ്ങളോട്, എത്ര പേര് സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടെന്ന് ചോദിച്ചാൽ എത്ര പേര് കൈ വെക്കും?
ഞാനൊരു ഗ്യാരണ്ടി പറയാം. നമ്മൾ ക്രിസ്തുവിൽ വസിക്കുന്നെങ്കിൽ, നമ്മൾ ദൈവത്തിൽ വസിക്കുന്നുവെങ്കിൽ, എൻ്റെ അവസാന നിമിഷം വരെ ഞാനത് ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നമ്മളത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ സ്വർഗത്തിൽ കാണും നിശ്ചയം. നമ്മൾ ലജ്ജിച്ചു പോകുകയില്ല. We will not be ashamed if that happens. We will have confidence that we'll hear the trumpet sound. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ എൻ്റെ ചെവി അത് കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായി. കാരണം എന്നറിയാമോ, നമ്മൾ കർത്താവിലാണ് വസിക്കുന്നത്, നമ്മൾ ദൈവത്തിലാണ് വസിക്കുന്നത്. ദൈവത്തിൻ്റെ ദൂതന്മാരെ ആ കാഹളം ധ്വനിക്കുമ്പോൾ നമ്മുടെ ചെവിയായിരിക്കും അത് ആദ്യം കേൾക്കുന്നത്. നമ്മൾ ദൈവത്തോട് പറ്റി നിൽക്കുന്നതുകൊണ്ട്. How do we keep this connection? എങ്ങനെയാണ് ഈ ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത്? How do we keep this connection? One, you must have a prayer life. നമുക്കൊരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. പ്രാർത്ഥനയിൽ നിന്ന് മാറുന്നെങ്കിൽ എൻ്റെ അർത്ഥം ഒന്നറിയാമോ? ക്രിസ്തുവിൽ നിന്നുള്ള വാസത്തിൽ നിന്ന് ഒരു വെക്കേഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. We've taken a vacation from abiding in Christ. We're living in some other house. Okay, so prayer has to be a constant for us to have this abiding relationship. Two, we must abide in His word. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വസിക്കണം. Thank you, Koshi. We must abide in the word itself. And many times over and over again in the scripture it says, abide in me, abide in my love, abide in my word. എന്നിൽ വസിക്കുവിൻ, എൻ്റെ സ്നേഹത്തിൽ വസിക്കുവിൻ, എൻ്റെ വാക്കുകളിൽ, എൻ്റെ വചനത്തിൽ വസിക്കുവിൻ. ഇത് കൂടെ കൂടെ ദൈവം നമ്മളെ പ്രബോധിപ്പിക്കുന്ന ഒരു വിഷയമാണ്. It's something that exhorts us all the time. Third, we must obey the word of God. എങ്ങനെയാണ് ഈ കണക്ഷൻ കീപ്പ് ചെയ്യേണ്ടത്? ഒന്ന്, പ്രാർത്ഥന. രണ്ട്, ദൈവവചന ധ്യാനം. മൂന്ന്, നമുക്കൊരു അനുസരണം ഉണ്ടായിരിക്കണം. പെട്ടെന്നൊന്ന് വാക്യം വായിക്കാം. 1 യോഹന്നാൻ 3:24. 1 John chapter 3 and verse 24. The one who habitually keeps his commandments, which means obeying his word and following his precepts, abides and remains in him, and he in him. By this we know and have the proof that he really abides in us, and by the Spirit whom he has given us as a gift. അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വാസം, ഈ പരസ്പര ബന്ധം, ഈ നിലനിൽപ്പ് സൂക്ഷിക്കണമെങ്കിൽ പ്രാർത്ഥന വേണം, ദൈവവചന ധ്യാനം വേണം. അത് മാത്രമല്ല, ഇത് അനുസരിക്കുവാൻ നമുക്കൊരു മനസ്സുണ്ടാകണം. We must have the heart and the practice of obeying the word of God. We'll finish up from there next week, God willing. ദൈവം സഹായിക്കുന്ന അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും ആ പഠനം നമുക്ക് തുടരാം. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.